അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിലേക്ക് പോയാലോ? അതെ ഗൈസ്, നമ്മളിന്ന് ക്ലിഫ്സ് ഓഫ് മോഹർ കാണാൻ പോവാണ്. ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് താമസിച്ച വീടും കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ പുറകെ കാണുന്നതാണ് നമ്മളിന്നലെ താമസിച്ച വീട്. ചെറുതായിട്ട് ഒരു ഹോം ടൂർ പോലെ നടത്താം. വീടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു മാൻഷനാന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഇതിൻ്റെ വീട് ഞാൻ ഇൻറ്റീരിയർ ഫുൾ കാണിച്ചു തരാം. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി എല്ലാവരും ഇങ്ങനെ പുറത്ത് നിൽക്കായിരുന്നു. കണ്ട, എല്ലാവരും വീട്ടിൽ കയറാൻ വണ്ടി കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ വീട് കാണിച്ചു തരാം ഉള്ളിൽ പോയിട്ട്. ഇവിടെ ഒരാൾ ഇപ്പം ഉണ്ട്. ലോക്കാണോ? അല്ല, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇത് 4 ബെഡാണ് വീട്. കണ്ടത് നോർമൽ ഫോർമൽ ലിവിങ് റൂമാണ് ഈ കാണുന്നത്. ഇത് ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ അൾട്രാ ലക്ഷറിയാണ്, നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് ചെറിയൊരു ഹോള് പോലെ ഇവിടെ വരുന്നു. അതുപോലെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ഡൈനിങ് ഏരിയ, ശരിക്കുള്ള ഡൈനിങ് ഏരിയ ഇവിടെ. അവിടെയായിട്ട് ചെറിയൊരു മിനി ബാറ് വരുന്നുണ്ട്. വേണ്ട, ചെറിയ മിനി ബാറ്. അതുപോലെ പിന്നെ ഇവിടെ എന്താ, ഇവിടെ ചെറിയൊരു ടോയ്ലറ്റ് വരുന്നുണ്ട്. ബാത്തില്ല, കൊമോഡ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലം. അവിടെയാണ് ഫാമിലി ലിവിങ് റൂം. ഇവിടെ ഇത് കണ്ടോ, സൺറൂഫൊക്കെ പോലെ. ഇവിടെ ഗെയിമിങ് ചെയറും കാര്യങ്ങളും. നല്ല അടിപൊളി വീടാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഈ സ്ഥലം മൊത്തം ഈ വീടിൻ്റെ തന്നെയാണ്. അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള വേറെ പാർക്ക് പോലെ ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളും. ഇവിടെ TV, ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാം. അതുകൊണ്ട് പിള്ളേരൊക്കെ വരാണെങ്കിൽ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കയറി വന്ന ഫ്ലോറിലുള്ള. നമ്മളിനി മുകളിലാണ് എല്ലാ ബെഡ്റൂമും തന്നെ. മുകളിൽ 4 ബെഡ്റൂമും 3 ബാത്തുമാണ് തന്നെ. 3 ബാത്റൂമുണ്ട്. ഇവിടെ കയറി വന്ന വഴിക്ക് ഇതുണ്ടോ, നേരെ നമ്മുടെ മിററും. ലൈറ്റ് കുറവാട്ടോ, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. ചെറുതായിട്ടൊന്ന് ഓടിച്ച് കാണിക്കാം. ഇവിടെ ഒരു ബെഡ്റൂം. ഇത് കണ്ടോ, നല്ല ഫുട്ബോൾ തീമിൽ ഒരു എന്താ പറയുക, ഇത് സ്റ്റിക്കറാണ്, പെയിൻറ്റിങ് അല്ല ശരിക്കും. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല അടിപൊളി ഒരു ബെഡ്റൂം. അതുപോലെ അടുത്ത ബെഡ്റൂം ആണെങ്കിൽ ഇതാണ് അടുത്ത ബെഡ്റൂം. ഇവിടെ ഇത് ഡിനോസറൊക്കെയാണ്. നല്ല അടിപൊളി റൂം. ഇവിടെ എല്ലാം നല്ല സ്പേഷ്യസ് റൂമാട്ടോ. നമ്മൾ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അയർലൻഡിൽ ഇത് അടുത്ത ബെഡ്റൂം. എല്ലാ റൂമും വേറെ വേറെ തീമിലാണ്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. നല്ല വിശാലമായ ബാത്റൂമും കാര്യങ്ങളും അവിടെ. അങ്ങനെ പിന്നെയുള്ളത് ഇവിടെ ഒരു മിററുണ്ട്. ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കാര്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അതുപോലെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നല്ല സ്പേഷ്യസാണ്. നല്ല വുഡൻ ഫ്ലോറും. കണ്ടോ, നമ്മളെ ഇവിടെ കാണാം. ഇവിടെ മിക്ക സ്ഥലത്തും മിററുണ്ട് നല്ല രീതിയിൽ. ബാക്കിലും മിററുണ്ട്. കണ്ടോ, കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിന്. അതുപോലെ ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ പുറത്തേക്കുള്ള അടിപൊളി വ്യൂ കാണാം. അവിടെയാണ് ആ പാർക്ക് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ്, അവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ളൊരു ചെറിയ സ്ഥലം. അങ്ങനെ നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു ഇവിടെ. നമുക്ക് ബുക്ക് ചെയ്തത് €320 ആയിരുന്നു പെർ ഡേ. അതായത് ആൾക്കാരനുസരിച്ചാണ് പൈസ വരുന്നത്. നമ്മൾ 7 അഡൾട്ടും ഒരു ചൈൽഡും ആണല്ലോ. അപ്പോൾ 320 പെർ നൈറ്റ് വരും. നമ്മൾ ഇന്നലെ ഗോൾവേ വന്ന് ഇവിടെ താമസിച്ചു. ഇന്ന് ക്ലിഫ്സ് ഓഫ് മോഹറും കാര്യങ്ങളും കാണാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ വീട് വന്നത് ഗോൾവേ സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരത്തിലാണ് ഈ വീട് വരുന്നത്. ബെയ്ലി ഹൗസ് എന്നാണ് പേര്. ഇവിടുന്ന് ക്ലിഫ്സ് ഓഫ് മോഹർ പോകാൻ 1.5 മണിക്കൂറൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാം. വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ലേറ്റായി. നമ്മൾ ഇനി പോണ വഴിക്ക് ബാക്കി പറയാം. ഇന്ന് ക്ലൈമറ്റ് ഭയങ്കര മോശമാണ്. ഫുൾ ക്ലൗഡിയും വിൻഡിയും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും ആദ്യം പ്ലാൻ ചെയ്തത് ക്ലിഫ്സ് ഓഫ് മോഹർ പോവുക, എന്നിട്ട് അവിടെ ഡൂളിൻ ഫെറി ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കടലിൽ നിന്ന് ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെ ഒരു വ്യൂ കിട്ടാവുന്ന പോലെ നല്ല അടിപൊളി ഫെറിയൊക്കെ ആയിരുന്നു. പക്ഷേ അവരിന്ന് മെയിൽ ചെയ്തു ഭയങ്കര വിൻഡി ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പകരം നമുക്കൊരു ഫ്രീ അപ്ഗ്രേഡ് തന്നു. അതായത് അവിടെ അടുത്ത് തന്നെ വേറൊരു ഐലൻഡ് ഉണ്ട്, ഐനിസ് സോയർ എന്ന് പറഞ്ഞൊരു ഐലൻഡ്. അതായത് ആർൺ ഐലൻഡിൻ്റെ ഒരു പാർട്ടാണ്. 3 ഐലൻഡുകൾ കൂടി ചേർന്നതാണ് ആർൺ ഐലൻഡ്. അപ്പോൾ അതിലൊരു ഐലൻഡിലേക്ക് ഒരു ഫെറി പോകുന്നുണ്ട്. ആ സൈഡിലോട്ട് വെതർ വലിയ പ്രശ്നമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഒരു ഫ്രീ അപ്ഗ്രേഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ €50 എങ്ങാണ്ടാണ് പെർ ഹെഡ്
ഐലൻഡിലോട്ട് മാത്രം. നമ്മൾ ഈ ഡൂളിൻ ഫെറി ബുക്ക് ചെയ്തത് 26 or 28 euro ആണ് പെർ ഹെഡ് അപ്പ് ആൻഡ് ഡൗൺ. പക്ഷേ വെതർ വിൻഡി ആയതുകൊണ്ട് അവർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ഫ്രീ അപ്ഗ്രേഡ് തന്നു. നമ്മളപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ 2 വണ്ടിയായിട്ടാണ് പോണേ. ഇതിലിപ്പോൾ ലിജാനുണ്ട്, ജെൻസേച്ചി, അതുപോലെ ഡാഡിയും ഞാനും ഇങ്ങനെ പോകുന്നു. മറ്റേ വണ്ടിയിൽ മമ്മിയും ഇഷ ബേബിയും ചേച്ചിയും അളിയനും ഒക്കെ. നമ്മുടെ ഫെറി വന്നത് 4:30 ആയിരുന്നു. പക്ഷേ ഇപ്പം അപ്ഗ്രേഡ് ചെയ്തുല്ലോ. അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് 3 മണിക്കാണ് ഫെറി വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടി വന്നു വീട്ടിൽ നിന്ന്. നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ക്ലൗഡി ആയതുകൊണ്ട് കുറച്ചിങ്ങനെ മങ്ങിയൊക്കെയാണ് കാണാൻ പറ്റത്തുള്ളൂ. സൺ തീരെയില്ല. പിന്നെ നമ്മൾ പോണ വഴിക്ക് കുറച്ച് കാസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറിയിട്ട് പോകാമെന്ന് വെച്ചു. ഇതാണ് ഗൈസ് ആ കാസിൽ. കാസിലിൻ്റെ നേരെ ഇവിടെ കാണുന്നത് അറ്റ്ലാന്റിക് ഓഷനാണ്. അറ്റ്ലാന്റിക് ഓഷൻ്റെ നേരെ അടുത്ത് തന്നെയാണ് ഈ കാസിൽ. ഈ കാസിലിനെ ഡൺഗേര കാസിൽ എന്ന് പറയും, അതുപോലെ ഡൺകൂർ കാസിൽ എന്ന് പറയും. ഇങ്ങനെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്താണെന്ന് അറിഞ്ഞൂടാ. കാരണം ഐറിഷ് നെയിം ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ വായിക്കുന്നത് നമ്മൾ വായിക്കണ പോലെ ആയിരിക്കില്ല ഇവിടെ വായിക്കുക. കേട്ടോ, ഡൺകൂരെ കാസിൽ അങ്ങനെയൊക്കെ ഗൂഗിളിൽ കണ്ടു. അതുപോലെ ഡൺകൂർ കാസിൽ എന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. ഇതാണ് ആ കാസിൽ. ഈ കാസിലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയർലൻഡിലെ ഏറ്റവും ഫോട്ടോഗ്രാഫ്ഡ് കാസിലാണ്. അയർലൻഡിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരു കാസിലാണ് ഈ കാസിൽ. അല്ല, ഇന്ന് ക്ലൗഡി ആയതുകൊണ്ട് ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന പോലെയാണ്. പക്ഷെ കാണാൻ കൊള്ളാം. അറ്റ്ലാന്റിക് ഓഷൻ്റെ നേരെ അടുത്ത് തന്നെ. കാസിൽ അടച്ചിട്ടൊക്കെയാണ് ഗൈസ്. വേണ്ട, വലിയ താഴൊക്കെ ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സൈഡിലേക്ക് വഴിയുണ്ട്. നമുക്ക് സൈഡിലുള്ള വഴി കൂടെ പോയി നോക്കാം. നല്ല കാറ്റും തണവുമുണ്ട്. ഇങ്ങനെ നടക്കുന്നു. അറ്റ്ലാന്റിക് ഓഷനാണ്. നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയ ഓഷനാണിത്. അതിൻ്റെ അടുത്തുള്ള കാസിലേക്കോടെയാണ് നമ്മളിപ്പോൾ. കാസിലേക്കാണ് നമ്മൾ വന്നത്. ഇതിലേക്ക് പോണ വഴി കണ്ട. ചെളി കൂടെ പോകണവർക്ക് അപ്പുറത്തോടെ പോവാം, അല്ലാത്തവർക്ക് ഇതിലെ പോവാം. ഇവിടെ എന്താണാവോ കാണാനുള്ളത്, നോക്കി നോക്കാം. ഇത് കാസിലിലെ വലം വെക്കുന്ന സ്ഥലമാണ്. ആണ് കാസിൽ. എന്തിനാ ഈ വഴിക്ക് വന്നേന്ന് അറിയില്ല ഗൈസ്. കാരണം ചുമ്മാ അത് കറങ്ങാന്ന് മാത്രം. ഇത് കണ്ടോ, ഇത് പോണ വഴി കുറച്ച് സ്ലിപ്പറിയാണ്. പിന്നെ ഈ ചെടികളുടെ ഇടയിൽക്കൂടെയൊക്കെ പോവുകയും വേണം. നമുക്ക് പോയി നോക്കാം എവിടെ എത്തുമെന്ന്. ചെളിയാണല്ലോ. ഈ കല്ലി ചവിട്ടി പോവാം. നമ്മൾ വീണ്ടും കറങ്ങി കാസിലിൻ്റെ ഫ്രണ്ടിലെത്തി ഗൈസ്. അവിടെ എന്തൊക്കെയോ ബെറികളൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടോ, ഇത് കണ്ടോ, ബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതാ ബ്ലാക്ക്ബെറി? ബ്ലാക്ക്ബെറി ആണോ അത്? ഈ കാണുന്നതാണ് ഗൈസ് ബ്ലാക്ക്ബെറി. കണ്ടോ, ബ്ലാക്ക് ആയി വരുന്നുള്ളൂ. ഇപ്പൊ റെഡ് കളറാണ്. ഇത് കണ്ടോ, നല്ല ബ്ലാക്ക്ബെറി. നമ്മൾ കടയിൽ ഇങ്ങനെ പാക്കറ്റിൽ വേണ്ടതല്ലേ കണ്ടിട്ടുള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ ചെടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പറിച്ച് കഴിക്കാൻ പറ്റാവോ? എവിടെയൊക്കെ ബ്ലാക്ക്ബെറി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പറിച്ച് നോക്കാറുണ്ട്. ഇത് തന്നെയല്ലേ ചോദിച്ചിട്ട് കഴിക്കാം. ഇതല്ലെങ്കിലും ഫോക്കസ് ആവുന്നില്ലല്ലോ. ഇതാണ് ഗൈസ് ബ്ലാക്ക്ബെറി. നല്ല കാറ്റാ. നമ്മളെ പറത്തി കൊണ്ടുപോകണ പോലെ. മിക്കവാറും കാറ്റിൻ്റെ സൗണ്ട് ആയിരിക്കും കൂടുതൽ, ഞാൻ പറയണതിനേക്കാളും കൂടുതൽ. കാരണം നമ്മൾ കറങ്ങി കാസിലൊരു വലം വെച്ച് വീണ്ടും കാസിലിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ഇതാണ് ഗൈസ് കാസിൽ. കാറ്റുണ്ട്, എല്ലാവരുടെയും ജാക്കറ്റും എല്ലാം പറക്കണ്ട്. പറക്കണ്ട കാറ്റും തണുപ്പാണ്. എല്ലാ കാറ്റും പുല്ലൊക്കെ റീലെടുക്കുന്നവരെ നമുക്ക് ഇവിടെ കാണാം. നമ്മൾ കാസിൽ വലം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി കഴിച്ചു അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണം. ഇവിടെ പോണ വഴിക്ക് ഇത് ഇവിടെ ആപ്പിൾ മരം കാണാം. ആപ്പിളൊക്കെ ഉണ്ടായിരിക്കണം കാണാം. ഇവിടെ കാണുന്നുണ്ടോ? കണ്ടോ, അവിടെ ആപ്പിളൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ട്. ആണോ? ആ സൈഡിൽ നോക്കാം നമുക്ക്. അവിടെ അവിടെ ആപ്പിളുകൾ ഇങ്ങനെ പഴുത്തേക്കണൊക്കെ. അവിടെ
അവിടെ പുറകിലായിട്ട് കാസലും കാണാം. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, പോയി നോക്കാം. നമ്മളിപ്പോൾ ഡൂളിൻ ഫെറിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്ക് 3 മണിക്ക് ഫെറി, അവിടെ 2:45 ആകുമ്പോഴേക്ക് എത്തണം. അപ്പോൾ ചെറിയൊരു ഡ്രൈവ് എടുത്ത് പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തു. ഇങ്ങനെ കയറി വരുന്ന വഴിക്ക് മൊത്തം ഹെയർ പിന്നായിരുന്നു. ഒരു 4-5 ഹെയർ പിൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണെന്ന് തോന്നുന്നു. കുറച്ച് കാറുകളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു ഫ്രെയിമൊക്കെ വെച്ചിട്ടുണ്ട്, നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിലും കാര്യങ്ങൾക്കൊക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. പക്ഷേ ക്ലൗഡി ആയതുകൊണ്ട് ഇങ്ങനെ മൂടി നിൽക്കാം. എന്നാലും ഇങ്ങനെ കാണാം നമുക്ക് എന്തെങ്കിലുമൊക്കെ. അവിടുന്ന് റോഡ് കണ്ടോ, വണ്ടികളൊക്കെ ഇറങ്ങിപ്പോയി ചെയ്യുന്നതൊക്കെ കാണാം. ഈ മലകളുടെ മുകളിൽ ഒരു ലാവൻഡർ കളറിൽ എന്തോ ഒരു ചെടി പോലെ എന്തോ ഉണ്ട്. ഒരുവിധം എല്ലാ മലകളും ആ ഒരു കളറിൽ അവിടെ കാണുന്നത്. ക്യാമറയിൽ എന്തായാലും ക്ലിയർ ആണെന്ന് അറിഞ്ഞൂടാ, എന്നാലും കണ്ട അടിപൊളി സ്ഥലം. എല്ലാവരും ഫോട്ടോ എടുക്കലിൻ്റെയും വീഡിയോ എടുക്കലിൻ്റെയും തിരക്കിലാണ്. എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആ കാണുന്നത് ചെടികളല്ല കേട്ടോ, അതായത് ആ ലാവൻഡർ കളർന്ന് ഞാൻ പറഞ്ഞില്ലേ, ലാവൻഡർ കളറ് ചെടികളല്ല, അത് ലൈം സ്റ്റോൺസ് ആണ്. ലൈം സ്റ്റോൺ ടെറസുകളാണ് അവിടെ കാണുന്നത്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈം സ്റ്റോൺ ടെറസ്. കണ്ടോ, ഈ കാണുന്നതാണ് നമുക്കവിടെ കുറച്ച് ക്ലൗഡിയും വെയിലൊക്കെ അടിക്കുന്നതുകൊണ്ട് ലാവൻഡർ കളർ പോലെ തോന്നുന്നത്. ഞാൻ ആദ്യം ചെടിയാണെന്ന് വിചാരിച്ചത്, പക്ഷേ ചെടിയല്ല. ഇനി നമുക്ക് ഡൂളിൻ ഫെറിയുടെ ഭാഗത്തേക്ക് പോവാം. ഡൂളിൻ ഫെറിയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 1/2 മണിക്കൂറുള്ളൂ ശരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് അറ്റ്ലാന്റിക്കിൻ്റെ അറ്റം കൂടി പോകാവുന്ന രീതിയിലുള്ള ഡ്രൈവാണ് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മൾ പോകുന്ന വഴിക്ക് എന്തോ റാലിയോ കാര്യമോ എന്തോ ഉണ്ട്. പോകുന്ന വഴിക്ക് ഇത് വാട്ടർഫോളൊക്കെ ഉണ്ട്. ആ വലിയ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വാട്ടർഫോൾ. ഇതാണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട ലൈം സ്റ്റോൺസ്. ഇതുപോലെ ബസ് ടൂറുകൾ ഇവിടേക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ പാഡി വാഗൻ്റെയും അതുപോലെ അയർലൻഡ് ടൂറിസം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ക്ലിഫ്സ് ഓഫ് മോഹറും ഈ ഭാഗത്തേക്ക് ജസ്റ്റ് ഡബ്ലിനിൽ നിന്ന് അവരുടെ സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഡബ്ലിനിൽ നിന്ന് ക്ലിഫ്സ് ഓഫ് മോഹറും ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ 1 ഡേ ടൂർ. ഏകദേശം 80 യൂറോ ഒക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് എമൗണ്ട് അറിയാം, 80-20 അങ്ങനെ എങ്ങാണ്ടുമാണ്. അവർ സൈറ്റിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും. അവർ എല്ലാ കാര്യങ്ങളും നോക്കും. നമ്മൾ ചുമ്മാ ഡബ്ലിൻ സിറ്റിയിൽ വന്നാൽ മതി. അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കറക്കി തിരിച്ച് ഡബ്ലിനിൽ തന്നെ കൊണ്ട് ഇറക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ വണ്ടിയും കൊണ്ടുവന്നത്. ഈ നല്ല അടിപൊളി റൂട്ടാണ് അത്. അറ്റ്ലാന്റിക് ഓഷൻ്റെ നേരെ തൊട്ടടുത്തോടെയുള്ള റൂട്ട്. നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് പകുതിയും കേൾക്കാൻ വഴിയില്ല. അറ്റ്ലാന്റിക് ഓഷൻ, നമ്മുടെ ടൈറ്റാനിക് മുങ്ങിയ ഓഷനാണിത്. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല രീതിയിൽ തിര കാണാം. സാധാരണ ഇങ്ങനെ തിര കാണാറില്ല, പക്ഷേ വൈറ്റ് കളറിൽ കാണുന്നുണ്ട്. നല്ല കാറ്റുള്ളതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, നമ്മുടെ ഫോട്ടോസൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പിൽ എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഡൈവേർഷൻ എടുത്തു. ഇത് ഫനോറെ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചൊക്കെ കണ്ട. അപ്പോൾ കാർ പാർക്കിലിട്ട് നമുക്ക് ബീച്ചിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും നല്ല തണുവും കാറ്റുക. ജാക്കറ്റൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് വേണം പോകാൻ. നമ്മളിവിടെ നിർത്തി ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ചാണ് ഫെറീൻ്റെ അവിടേക്ക്. അത്യാവശ്യം നല്ല കാറ്റുണ്ട്, തണുത്തിട്ടും പാടില്ല. കടല് കാണിച്ചുതരാം. ഞാൻ പറയുന്നത് മിക്കതും കേൾക്കണ്ടാവില്ല കാറ്റിന്റെ സൗണ്ട് കൊണ്ട്. എന്നാലും ഞാൻ ഫോൺ അടുത്ത് പിടിച്ച് പറയാം. വേണ്ട, കടല് ബീച്ചിലേക്ക് നല്ല രീതിയിൽ തിരടിച്ച് കയറുന്നുണ്ട്. ഞാൻ ഷെയ്ഡ്സ് വെച്ചിട്ട് പോലെ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാം, അത്രയും കാറ്റുണ്ട്. നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. ഇവിടെ പട്ടീനെ അലൗഡ് അല്ലാന്ന് തോന്നുന്നു. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് ഇവിടെ കയറി നിന്ന് നോക്കാനുള്ള സ്ഥലം. അവിടെ പിള്ളേർ കളിക്കണതൊക്കെ ഉണ്ട്. നമ്മള് ഇന്ന് ഈ കടലിലാണ് ഫെറി ബുക്ക് ചെയ്തതാണ്. എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ. ഉച്ചയ്ക്ക് റാപ്പ് കഴിച്ചിട്ട് വേണം. ഇപ്പം തന്നെ ഓൾറെഡി 1:45 2 മണി ആവാറായി. നമുക്ക് അവിടെ 2:30 ആകുമ്പോഴേക്കും ചെല്ലണം. 2:30 ആകുമ്പോൾ ചെന്നിട്ട് വേണം
കണ്ട ഫെറി. അപ്പോൾ 3 മണിക്ക് അതിൽ കയറി അത് ആ ഐലൻഡിൽ കൊണ്ടുപോയി ഇറക്കും. നമ്മൾ ആ ഐലൻഡിൽ കറങ്ങി കണ്ടതിന് ശേഷം തിരിച്ച് പിന്നെയും നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നാക്കും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. തിരിച്ചിറക്കാൻ സുഖമായിട്ടാണ്, കാരണം കാറ്റ് പുറകിൽ നിന്ന് അടിക്കുന്നുണ്ട് നല്ല സ്പീഡിൽ. കാറ്റ് നമ്മളെ കൊണ്ടുപോകും. അയ്യോ, ഫുഡ് കഴിച്ചിട്ട് വരാം. ഇവിടെ കാര്യമായ റാപ്പ് ഉണ്ടാക്കലാണ് മെയിൻ ഷെഫ്. എവിടെ റാപ്പ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഫെറി പോകാൻ. താങ്ക് യു റാപ്പ് കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ഡൂളിൻ വിസിറ്റർ സെൻറ്ററിൽ എത്തി ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ഫെറി ഉള്ളത്. കുറച്ചുള്ളിലേക്ക് പോകാനുണ്ട് തോന്നുന്നു. നമ്മളിവിടെ സ്ഥലത്തെത്തി, വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ ആർൺ ഐലൻഡും അതുപോലെ ക്ലിഫ്സ് ഓഫ് മോഹറിൻ്റെയും ഫെറി പോകുന്നതിൻ്റെ കൗണ്ടറാണ് ഇത്. ഫെറി ടിക്കറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അവിടെ ആയിട്ട് ഒരു വെയിലിൻ്റെ വാലും കാര്യങ്ങളൊക്കെ കാണാം. ഈ വീഡിയോ അത്യാവശ്യം ലെങ്തിയാണ്, കാരണം നമ്മൾ ഗോൾവേയിൽ നിന്ന് താമസിച്ച വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊക്കെ വന്നുല്ലോ. അപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. പക്ഷേ അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിന്ന് നിർത്താമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ഫെറിയും കാര്യങ്ങളിലേക്കൊക്കെ പോവാണ്. ഫെറിയും അതുപോലെ ക്ലിഫ്സ് ഓഫ് മോഹറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.